BLOമാർക്ക് ടാർഗറ്റ് ഉണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. അവധിയെടുക്കാൻ പാടില്ലെന്നും ടാർഗറ്റ് കൃത്യമാക്കണമെന്നും പത്തനംതിട്ട ജില്ലയിലെ BLOമാർക്ക് ERO അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. SIR പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും ശബ്ദ സന്ദേശത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സിന്ധൂരി, ഈ ഒരു വിഷയത്തിൽ ഈ സത്യം പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ശരിക്കും സംസ്ഥാന സർക്കാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു, ദയവേത് നിങ്ങൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഒരു സമയം കൊടുക്കും. ഈ രണ്ടും കൂടെ കയറി വരുമ്പോഴത്തേക്കും ഇവർ മനുഷ്യരല്ലേ, എത്രയെന്നും പറഞ്ഞിട്ടാണ് ഈ ജോലി എടുക്കാൻ പറ്റുക? അതിൻ്റെ ഒരു സമ്മർദ്ദം പല കോണുകളിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരുണ്ടായ ആ സംഭവത്തോടു കൂടിയാണ് ഇത് വെളിയിൽ വന്നു തുടങ്ങി. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആ വാർത്തയിൽ സന്ദേശം കേൾക്കാം. ഈ LR മീറ്റിങ്ങിന് വന്നതിന് ശേഷം BLO സൂപ്പർവൈസർമാർ യാതൊരു കാരണവശാലും വില്ലേജ് ഓഫീസിലും BLOമാരുടെ അടുത്തും അല്ലാതെ വീട്ടിൽ പോകാൻ പാടില്ല. മറ്റൊരു കാര്യങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് അനുവദിക്കുന്നതല്ല. കൃത്യമായും BLO സൂപ്പർവൈസർമാർ BLOമാരുടെ പെർഫോമൻസ് നോക്കാനുണ്ട്. BLO 0 ആണ് ഇന്നലത്തെ, 0 to 5 ആണ് ഇന്നലത്തെ പെർഫോമൻസ്. അങ്ങനെയുള്ള യാതൊരു കാരണവശാലും 200-ലധികം അല്ലാത്ത 200-ൽ കുറഞ്ഞ എന്യൂമറേഷൻ ഫോം ഡിസ്ട്രിബ്യൂഷൻ ഒരു BLOയ്ക്കും അനുവദിക്കുന്നതല്ല. ഇന്ന് വൈകിട്ട് 6:30-7 മണിക്ക് മുമ്പായിട്ട്, 6 മണിക്കാണ് ഫൈനൽ ഇന്നത്തെ സ്റ്റാറ്റസ് എടുക്കുന്നത്. അതിനു മുമ്പായി 200 ഫോമിൽ കുറയാതെ കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ DDO മുഖേന നമ്മൾ ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ആവറേജിന്റെ ലെവലിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നിങ്ങൾ BLOമാരെല്ലാവരും തന്നെ BLOമാർക്ക് എല്ലാവർക്കും തന്നെ സജീവമായി നിർദ്ദേശം കൊടുക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് എവിടെയാണ് ഫോൾട്ട് പറ്റിയിരിക്കുന്നത് എന്ന് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. യാതൊരു കാരണവശാലും ഒരു BLO സൂപ്പർവൈസർമാർക്കും ഉച്ചയ്ക്ക് ശേഷം ഓഫീസ് വിട്ടു നിൽക്കുന്നു, ഓഫീസും ഈ SIR പ്രവർത്തനവും ആയിട്ടുള്ള പ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് യാതൊരു വിധത്തിലും അനുവദിക്കുന്നതല്ല. അങ്ങനെയുള്ള BLO സൂപ്പർവൈസർമാർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതുമായി. സിന്ധൂരി, ഇപ്പോൾ സുജു ചേരുകയാണ്. സുജു, ഇന്നലത്തെ കണ്ണൂരിലെ ആ ഒരു ആത്മഹത്യയ്ക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പുറത്തു വരികയാണ്. ഭയങ്കരമായ സമ്മർദ്ദത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ, BLOമാർ. ആ വലിയ ഭീഷണി, സമ്മർദ്ദം ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണല്ലോ. ഒരു കാരണവശാലും അവർക്ക് ഒരു മനസ്സമാധാനം കിട്ടാത്ത അവസ്ഥ. ഇന്ന് പല പ്രതികരണങ്ങൾ ഞാൻ കാണുകയായിരുന്നു. എന്തുമാത്രം സമ്മർദ്ദത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ ഈ ജോലി ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. സുജു, ഇപ്പോൾ 5 EROമാരാണ് ജില്ലയിലുള്ള. അതിൽ ഒരു EROയുടെ ശബ്ദസന്ദേശമാണ് പുറത്തായിരിക്കുന്നത്. ഈ ERO കുറ്റപ്പെടുത്തുമ്പോൾ പോലും അവർക്കുമേ ഉണ്ടാകുന്ന ജോലിഭാരവും സമ്മർദ്ദവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ അവരും ഇത്തരത്തിലെ മാനസിക സമ്മർദ്ദത്തിലൂടെയും അല്ലെങ്കിൽ ജോലിഭാരത്തിൽ കൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നത്. എന്തായാലും തീർച്ചയായിട്ടും BLOമാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, അതോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കുന്ന ഉദ്ദേശം BLOമാർക്കും BLO സൂപ്പർവൈസർമാർക്കും ലഭിക്കുന്നത് അവധിയെടുക്കരുത്, സംസ്ഥാന ശരാശരി താഴെ പോകാൻ പാടില്ല, അതുപോലെ ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുകളാണ്. ഷമി സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു വാർത്തകൾ പുറത്തു വരുന്നത് പോലെ തന്നെയാണ് ഈ സംസ്ഥാന വ്യാപകമായി BLOമാരുടെ അവസ്ഥ. ആ അവസ്ഥയ്ക്ക് ഒരു ഉദാഹരണമായാണ് ഈ ഒരു ഓഡിയോ സംഭാഷണം എടുക്കാൻ പല ആളുകളും വ്യക്തിപരമായി പങ്കുവെക്കുന്ന അറിവുകൾ വെച്ചെങ്കിൽ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചില ആളുകളെ കാണാറില്ല. ചില വീടുകളിലെ വോട്ടുകൾ പല ബൂത്തുകളിലായിട്ടായിരിക്കും. അങ്ങനെയെങ്കിൽ അതെല്ലാം ക്രോഡീകരിക്കേണ്ടതുണ്ട്. പല ആളുകളും സ്ഥലത്തില്ല. അങ്ങനെ വിവിധ വിഷയങ്ങളാണ് ഇവർ നേരിടുന്നത്. അത്തരത്തിലൊരു ഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ വീണ്ടും അവരുടെ മുകളിലേക്ക് ജോലി ഭാരം എത്തുക എന്ന് പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ EROയുടെ പേര് വെളിപ്പെടുത്താത്ത, അതുപോലെ ചില BLOമാരുടെ പ്രത്യേകം സ്ഥലങ്ങൾ എത്തു പറയുമ്പോൾ അത് തന്നെ ഒഴിവാക്കി തന്നെ ആ സന്ദേശം പുറത്തുവിടുന്നതിന്റെ കാരണവും അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും ജോലിഭാരവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ അവർക്ക് മാനസിക സംഘർഷത്തെ വിടാതിരിക്കാൻ വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും സുജു, ഇതിപ്പോ ഓരോ ആരും ഈ പറയുന്ന പോലെ ഈ പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുന്നവരെല്ലാവരും ഈ സമ്മർദ്ദത്തിന്റെ അടിപ്പെട്ട് നിൽക്കുകയാണ്. അതിപ്പോൾ BLOമാരായാലും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ തന്നെ അവർക്കും ഈ രീതിയിലുള്ള സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട്. സുജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്ക്
ഒരുപക്ഷെ ഇപ്പോൾ ഈ ശബ്ദസന്ദേശത്തേക്ക് കേൾക്കുന്ന ഇയാറുടെ അവസ്ഥയും അതുതന്നെയായിരിക്കാം. അവർക്ക് അവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം അവർക്കും ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശം ഇടപെടുകയും അത്തരത്തിൽ അവർ മറ്റാളുകളോട് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. അവർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന സംസ്ഥാന ശരാശരിയിൽ താഴെ പോകരുത്, അവധി എടുക്കരുത്, ഇതെല്ലാം തന്നെ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി തന്നെ നൽകുന്ന നിർദ്ദേശമാണ്. സ്വാഭാവികമായി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ, അതായത് സമയബന്ധിതമായി പൂർത്തിയാക്കണമെങ്കിൽ ഇത്തരം നടപടിയിലേക്ക് അടക്കേണ്ടതായിട്ടുണ്ടാകും. സ്വാഭാവികമായി അത് പക്ഷേ നൽകുന്നത് വലിയ സമ്മർദ്ദമാണ്. സ്വാഭാവികമായി പല ആളുകൾക്കും BLOമാരായി ജോലി ചെയ്യുന്ന പല ആളുകളുടെയും ജീവിതം വഴിമുട്ടുന്നതും അത് ഒരുപക്ഷെ മറ്റു തരത്തിലേക്കൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലെ സമ്മർദ്ദങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കണമെന്നുള്ള പൊതു അഭിപ്രായമാണ് ഉയർന്നു വരുന്നത്. ഇത്രയും സമ്മർദ്ദം ഒരിക്കലും ഏത് തൊഴിലെടുക്കുന്നവർക്കാണെങ്കിലും അത്രയും മേഖലയിൽ കൊടുക്കുന്നത് ശരിയല്ല എന്ന പൊതു വിമർശനവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഷമി.